ഹല്ലേലൂയ. ഇതാ ഇവിടെ പറയുകയാണ് കാരാഗൃഹത്തിന്റെ പ്രമാണി. ആരാണ് പറയുന്നത്? കാരാഗൃഹത്തിന്റെ പ്രമാണി. കാരാഗൃഹത്തിന്റെ പ്രമാണി. കാരാഗൃഹത്തിന്റെ പ്രമാണി യേശുവിനോട് പറയുകയാണ്, അല്ലയോ യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് രക്ഷപ്പെടണം, ഞാൻ എന്ത് ചെയ്യണം? പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലയോ സഹോദരന്മാരെ, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയാണ് ഞാൻ ഇതിന് രക്ഷപ്പെടണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഒറ്റ മറുപടി. പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പലർക്കും ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വചനം പറയുന്ന കേട്ടു, രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ എന്തൊക്കെ തന്നെ കാണിച്ചു കൂട്ടിയാലും രക്ഷപ്പെടണമോ? യേശുവിന്റെ പാദപീഠത്തിൽ വരണം. ഹല്ലേലൂയ. രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിന്റെ പാദപീഠത്തിൽ വരണം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി തന്നെ 2-ാം അധ്യായത്തിന്റെ 21-ാം വചനം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:21 പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. ഇനി ആരായിക്കോട്ടെ, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ശരി തന്നെ, നീ ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസൽമാനാണോ, ബുദ്ധിസ്റ്റാണോ, ആരായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? നീ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്പെടും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കർത്താവിന്റെ നാമം ആരൊക്കെ വിളിച്ചപേക്ഷിക്കുന്നു അവരെല്ലാം രക്ഷപ്പെടും. അവിടെ കറുപ്പനെന്നില്ല, വെളുപ്പനെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, പണക്കാരനെന്നില്ല, ആരൊക്കെയാണെങ്കിലും ശരി തന്നെ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, വചനം പറയുന്നത് നീയും നിന്റെ കുടുംബവും. അതാണ് വലിയ സംഭവം. ഞാൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ഞാനും എന്റെ കുടുംബവും, എന്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും സകലരും രക്ഷപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും ഇന്ന് രാത്രികാലം രക്ഷപ്പെടാൻ പോകുകയാണ്. ഒരു വ്യക്തി പറയുകയാണ്, അയ്യോ ഞാൻ കള്ളുപിടിച്ച് നടക്കുന്ന വ്യക്തിയാണ്, ഞാൻ രക്ഷപ്പെടും. സഹോദര, നീ മാത്രമല്ല, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അയ്യോ ഞാൻ ഹിന്ദുവാണ്, ഈ യേശുവിന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അയ്യോ വേറെ ആരെങ്കിലും ഞാൻ മുസ്ലിമാണ്, അയ്യോ ഈ യേശുവിന്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. സഹോദര, നീ ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള ആളായിക്കൊള്ളട്ടെ, നീ ആർക്കും വേണ്ടാത്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ കള്ളു കുടിച്ച് ഓടെ കിടക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ കഞ്ചാവ് ഉപയോഗിക്കുന്നവരായിക്കൊള്ളട്ടെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിക്കൊള്ളട്ടെ, നീ പാപത്തിന് അടിമയായി കഴിയുന്നവരായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം നീ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ രക്ഷപ്പെട്ടിരിക്കും, നീ രക്ഷപ്പെടും. ഇതിന് ഒരു ചെലവില്ല. അപ്പാ
ഞാൻ ഒരു പാപിയാണ്, എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ യേശുവിന്റെ കാൽക്കൽ മുട്ടുമടക്കിയാൽ മതി. യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവരെന്തേ. വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, അതിന്റെ 16 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമ്മുടെ യേശുവിന്റെ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും അവർ പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്ന പതിവുണ്ട്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നില്ലേ, അതേപോലെ തന്നെ പൗലോസും ശീലാസും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീ പലപ്പോഴും എവരെ നോക്കി ഇങ്ങനെ ഒരു ദൂത് വിളിച്ചു പറയാറുണ്ട്. ഹല്ലേലൂയ. എന്താണ് ദൂത്? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്നവർ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ വിളിച്ചു പറഞ്ഞു, രണ്ടാമത്തെ ദിവസം പോയപ്പോൾ വിളിച്ചു പറഞ്ഞു, മൂന്നാമത്തെ ദിവസം പോയപ്പോൾ വിളിച്ചു പറഞ്ഞു. ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്? ആ സ്ത്രീ പറഞ്ഞ ദൂത് കറക്റ്റാണ്. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം സുവിശേഷിക്കുന്നവരാണ്. പക്ഷേ പറഞ്ഞ വ്യക്തി ആരാണ്? വെളിച്ചപ്പാടുന്ന സ്ത്രീ. ആരാണ് വിളിച്ചു പറഞ്ഞത്? വെളിച്ചപ്പാടത്തി. യേശുവിന്റെ അഭിഷിക്തന്മാരെ നോക്കി പറയുന്ന ദൂതാണ്. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. പറഞ്ഞ ദൂത് കറക്റ്റാണ്, പക്ഷെ ആത്മാവ് വേറെയാണ്. ഒറിജിനൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരായിട്ട് കടന്നു പോകുന്ന പൗലോസ് ശീലാസിനെ നോക്കിയാണ് ഈ സ്ത്രീ, വെളിച്ചപ്പാടുന്ന സ്ത്രീ വിളിച്ചു പറഞ്ഞത്. എവിടെ ജോലി? വെളിച്ചപ്പാട് പറയുക, ആൾക്കാരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എവിടെ ബാങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഉള്ളതും ഇല്ലാത്തവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യും? ആൾക്കാരെ പൈസ പിടിക്കാൻ വേണ്ടി ഇവർ ടീമായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് പോകുന്നു. ഹല്ലേലൂയ. പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല. പൗലോസ് തിരിഞ്ഞ് ആ സ്ത്രീയോട് പറഞ്ഞു, ആ വെളിച്ചപ്പാടത്തെ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ ഭൂത ഇപ്പോൾ തന്നെ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തു? വെളിച്ചപ്പാടത്തെ സ്ത്രീയിലുള്ള ഭൂതം അവളെ വിട്ടുമാറി. ഹല്ലേലൂയ. അവർ പിശാചേ എന്ന് പറഞ്ഞു, വിട്ടുപോ എന്ന് പറഞ്ഞു. അവളുള്ള ഭൂതത്തോട് പിശാചേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സെക്കൻഡിൽ തന്നെ ആ സ്ത്രീയിലുണ്ടായിരുന്ന വെളിച്ചപ്പാട് സ്പിരിറ്റ് എന്ത് ചെയ്തു? അവളെ വിട്ടുപോയി. പിന്നെ എവിടെ അടുത്ത് ദൂത് പറയാൻ നോക്കിയിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല. ആൾക്കാര് അവിടെ വന്ന് ഇവിടെ പോലെ കാര്യങ്ങൾ പറയാൻ നോക്കിയിട്ട് ഇവളെ കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് തിരിച്ചറിയണം, പറഞ്ഞ ദൂത് ഒരുപക്ഷെ ഇവരെ കുറിച്ച് പറഞ്ഞത് കറക്റ്റായിരുന്നു. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം വിളിച്ചു പറഞ്ഞ് നടക്കുന്നവരാണ്. അത് പറഞ്ഞത് കറക്റ്റായിരുന്നു. പക്ഷേ പറഞ്ഞത് ആരാണ് പറഞ്ഞത്? വെളിച്ചപ്പാട് പിശാചാണ് ആ സ്ത്രീയിലൂടെ കയറിയെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണും. അയ്യോ കുരിശൊക്കെ വെച്ച് പറയുന്നു, ഇതാ ബൈബിൾ തുറന്നു വെച്ച് പറയുന്നു, പറഞ്ഞ ദൂതൊക്കെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ അവരുടെ പിന്നിൽ പോകരുത്. ഹല്ലേലൂയ. ഇതേപോലെ പ്രശ്നങ്ങൾ പറയുന്ന പലരും കാണും, അവിടെ പിന്നാലെ പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ വെളിച്ചപ്പാടിന്റെ പിന്നാലെ നടക്കരുത്, നീ മന്ത്രവാദിയുടെ പിന്നാലെ നടക്കരുത്, എന്താ നീ നിന്റെ കുടുംബം നശിച്ചു പോകും. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എല്ലാം കാണും. ലേവ്യ പുസ്തകം 19:31 പറയുന്നു, ലേവ്യ പുസ്തകം 20:14 പറയുന്നു, നീ വെളിച്ചപ്പാടിന്റെ മന്ത്രവാദിയുടെ പിന്നാലെ പോകരുത്, ആ വിചാരം ചെയ്യുന്നവന്റെ പിന്നാലെ നീ നടക്കരുത്. നടന്നാൽ നിന്നെ ഞാൻ ദൃഷ്ടി വെച്ച് നിന്റെ ജനത്തെ ഞാൻ ഛേദിച്ചു കളയും, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്ത് ആ ഭൂതത്തെ ശാസിച്ച് ഭൂത അവളെ വിട്ടുമാറി. ഭൂത എന്ത് ചെയ്തു? ആ സ്ത്രീയിൽ നിന്ന് വിട്ടുമാറിപ്പോയി. പക്ഷേ ഇവർ ടീം, ഇവിടെ യജമാനന്മാർ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് നോക്കിയപ്പോൾ ഇവർക്ക് ഇനി ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസം പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് പിശാച് അവളെ ഉള്ളിൽ കയറിയിട്ടാണ് ഓരോ കാര്യങ്ങൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്? പൗലോസ് പിശാച് എന്ന് പറഞ്ഞപ്പോൾ അവളെ ഇരുന്ന ഭൂതം അവളെ വിട്ടുപോയി. ഇപ്പൊ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
അപ്പൊ ആൾക്കാർ വന്നിട്ട് ഒന്നും പറയാത്തതുകൊണ്ട് എന്ത് ചെയ്തു? പൈസ കിട്ടാതെയായി. അങ്ങനെ ഇവർക്കെല്ലാം ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? പൗലോസിനെയും ശീലാസിനെയും വലിച്ചിഴച്ചു. ഹല്ലേലൂയ. നമ്മുടെ ടീം, ഈ വെളിച്ചപ്പാടത്തെ സ്ത്രീ, ഭൂതം വിട്ടുപോയ സ്ത്രീയുടെ വെളിച്ചപ്പാടത്തെ ടീം എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തു? ഇവരെല്ലാം പൗലോസിനെ ശീലാസിനെയും കൈകാലം കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് എന്ത് ചെയ്തു? ജയിലിൽ കൊണ്ടിടാൻ വേണ്ടി പോയി. ഹല്ലേലൂയ. അങ്ങനെ ആ ജയിലിൽ കൊണ്ടവരെ ഇട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ ധാരാളം അടി കൊടുത്തു. ശരീരം മുഴുവനും അടിച്ചു തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിന്റെ അകത്ത് കൊണ്ടിട്ട് പൂട്ടി. കയ്യിലും കാലിൽ ചങ്ങലകളാ ബന്ധിച്ചു. പോരാത്തവരെ കാലാമത്തിട്ട് പൂട്ടി. എന്ന് പറഞ്ഞാൽ ഇനി കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റത്തില്ല. ആ നിലവാരത്തിൽ അവരെ ബന്ധിച്ചു. ഹല്ലേലൂയ. അവർ അടികൊണ്ട് ചോര വാർന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോര വാർന്നൊലിക്കുകയാണ്. ശരീരം മുഴുവൻ തകർന്ന അവസ്ഥയാണ്. മുറിവുകൊണ്ട് ആയിരിക്കുന്നത്. കിടക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവര് മനസ്സിന്റെ ധൈര്യത്തെ തകർത്താൻ ഒരു പിശാചിനെ കൊണ്ട് പറ്റിയില്ല. ഹല്ലേലൂയ. അതാ രാത്രി സമയം, അർദ്ധരാത്രിയായി. അർദ്ധരാത്രി 12 മണിയായി. ഈ പൗലോസ് ശീലാസ് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു. അവർ അയ്യോ, എന്റെ ശരീരം തകർത്തു, എന്റെ ദേഹം മുഴുവനും അടികൊണ്ട് എന്റെ ദേഹത്തെ തകർത്തു. ഞാൻ സുവിശേഷ വേല ചെയ്തതാണ്. അയ്യോ, ഞാൻ ജയിലിലായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവർ നിരാശപ്പെട്ടു പോയില്ല. അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? രാത്രി 12 മണിയാണ്. അപ്പോഴാണ് ജയിലിൽ കൊണ്ടിട്ടത്. അവർ ഈ സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ കഷ്ടം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. രണ്ട് കൈകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. കാല് എന്ത് ചെയ്തിരിക്കുന്നു? ആപത്തിന് കൂട്ടിയിരിക്കുന്നു. യേശു ക്രൂശിൽ കിടക്കുന്നത് പോലെ കിടന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? വാ തുറന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടിട്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ട് നിങ്ങൾ തകർക്കാൻ നോക്കുക. നിങ്ങളെ അനങ്ങാൻ വിടാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിങ്ങളെ പിശാച് ബന്ധിച്ചാലും ഞാൻ പറയാം, നിങ്ങളെ വായെ ബന്ധിക്കാൻ ഒരു പിശാചിന് ദൈവ അനുവാദം കൊടുക്കത്തില്ല. നിങ്ങൾ വാ തുറന്ന് പൗലോസിനെ ശീലാസ് എന്ത് ചെയ്തു? അവർ വാ തുറന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വാ തുറന്ന് എന്ത് ചെയ്തു? പാടി സ്തുതിക്കാൻ തുടങ്ങി. പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, പെട്ടെന്ന് എന്ത് ചെയ്തു? വലിയ ഭൂകമ്പമുണ്ടായി. ഇവിടെ പാട്ടും പ്രാർത്ഥനകളെ കേട്ട് ബാക്കിയുള്ള തടവുകാർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് എന്ത് പറ്റി? ഇവർ ഭ്രാന്തന്മാരാണോ എന്നൊക്കെ വിചാരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. പെട്ടെന്ന് എന്ത് ചെയ്തു? വലിയ ഭൂകമ്പം ഉണ്ടായി. ഈ ജയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടിഞ്ഞു വിടാൻ തുടങ്ങി. ഹല്ലേലൂയ. പൗലോസ് ശീലാസിന്റെ കയ്യിൽ കിടന്ന എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വിടാൻ തുടങ്ങി. പൗലോസിന്റെ ശീലാസിന്റെ കയ്യിൽ കിടന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാലുകളുടെ ആമങ്ങളിൽ അഴിഞ്ഞു വീണു. അവിടെ ജയിലിൽ കൊണ്ടിട്ടിരുന്നു ആ ഡോറുകളെല്ലാം താനെ തുറക്കാൻ തുടങ്ങി. ഇരുമ്പ് വാതിലുകൾ താനെ തുറക്കാൻ തുടങ്ങി. ഇതാ പൗലോസ് ശീലാസ് ജയാളിയെ പുറത്തു വന്നു. ഇതാ കാരാഗ്രഹം മുഴുവന് തകർന്നു വീണു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ വിളിച്ചു പറയാം, ഈ ദൈവത്തെ വായ് തുറന്ന് നീ പാടി സ്തുതിക്കാൻ തുടങ്ങിയ, കരങ്ങൾ അടിക്കാൻ തുടങ്ങിയ, നിനക്കെതിരെ പിശാച് കെട്ടിയ എത്ര വലിയ കെട്ടാളുകൾ ശരി തന്നെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇവിടെ അഴിഞ്ഞു വിടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മൗനമായിരിക്കാതെ ഇന്ന് പകൽക്കാലം ദൈവത്തെ കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി തുടങ്ങി. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇതിനെ ചലിക്കുകയാണ്. ആ കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പെട്ടെന്ന് ആ കാരാഗ്രഹത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായതുപോലെ ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിന്റെ അകത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത് കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ വീട്ടിന്റെ അകത്ത് പിശാച് കെട്ടിയ എല്ലാ കെട്ടികളും പൊട്ടി മാറുന്നു. നിന്റെ കണ്ണീര് കുടിപ്പിക്കുന്ന സകല പ്രശ്നങ്ങൾ മാറിപ്പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രവചിക്കുന്നു, നിന്റെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങി നിൽപ്പുണ്ട്. നിന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളെ ദൂതന്മാർ ഇറങ്ങി പൊട്ടിച്ചിട്ട് അവർ നിന്റെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പൗലോസ് ശീലാസ് ഒന്ന് വാ തുറന്ന് പാടാൻ തുടങ്ങിയതേ ഉള്ളൂ. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അവർക്ക് വേണ്ടി ആരിറങ്ങി വന്നു? സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്നു. കാരാഗ്രഹത്തെ ഇടിച്ചു തകർത്ത
കൊടുത്തു. കാരാഗ്രഹ ജയിൽ കല്ലിന്റെ കല്ല് ശേഷിക്കാതെ സകല തവിട് പൊടിയായി. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിനക്കെതിരെ പിശാച് കെട്ടിയ സകല കെട്ടുകളാ ഇന്ന് പകൽക്കാലം പൊട്ടി മാറുകയാണ്. നിനക്കെതിരെ പിശാച് ബന്ധിച്ച ഒരുക്കി വെച്ച സകല കാരാഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ തകരപ്പെടുകയാണ്. ഈ ഉച്ചക്കിടങ്ങിയ പ്രവചിക്കുന്നു, ഈ ദേശത്തിന്റെ പിശാച് കെട്ടി എല്ലാ കെട്ടുകളും പൊട്ടുന്നു. ഇതിന്റെ അനേക കുടുംബങ്ങളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മദ്യപാനത്തിന് അടിമയാക്കി, പാപത്തിന് അടിമയാക്കി, മയക്കുമരുന്ന് അടിമയാക്കി ആത്മഹത്യയുടെ വക്കിൽ കിടക്കുന്ന അനേക കുടുംബങ്ങളുടെ ഭാഗത്തേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാണ്. കാരാഗ്രഹത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങി വന്നതുപോലെ, എന്റെ ദൈവം ഇറങ്ങിയതുപോലെ ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുടെ അകത്തേക്ക് എന്റെ ദൈവം ഇറങ്ങുന്നു. ഇത് പകൽക്കാലം കലങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇത് ചലിക്കണേ യേശുവിന്റെ നാമത്തിൽ. കുട്ടോളമല്ല അരളം പോരാ, നീതിട്ടല്ലാതെ കിടപ്പാൻ വയ്യാതെ ആ ദൈവത്തിന് ഭയങ്കര പങ്കത്തോ ഇന്ന് പകൽക്കാരുടെ വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാരുടെ വ്യാപരിക്കുന്നു. ഞാൻ നിങ്ങളൊക്കെ ദൂത് വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുമ്പോ തന്നെ സ്വർഗ്ഗത്തിന്റെ ഇറങ്ങി നിൽപ്പുണ്ട്. എന്റെ യേശുവിന്റെ ഇറങ്ങി നിൽപ്പുണ്ട്. പൗലോസിന് ശീലാസിന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് വാൻകാരികൾ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ചൈന തകർന്ന ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. നിന്നെ കണ്ണുനീർ കുടിപ്പിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പരിഹാരമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, പൗലോസിനെ ശീലാസിനെ ഒതുക്കാം. ഒരു പിശാചിനെ കൊണ്ട് പറ്റിയില്ല, ഒരു കാലാഗ്രഹത്തെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളെ ഒതുക്കാൻ ഒന്നിനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മിണ്ടാതിരിക്കരുത്. വാ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വാ തുറന്ന് പാടി സ്തുതിക്കണം. കരങ്ങളെ ആടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽക്കാലം ഈ കയ്യടി പാട്ട് പ്രാർത്ഥനയും പെന്തക്കോസ്തുകാർക്ക് മാത്രം ഉള്ളതല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ ആരാധിക്കുന്ന സകലർക്കും ഉള്ളതാണ് ഈ കയ്യടി പ്രാർത്ഥന. നീ കരമടിച്ചാൽ മതി, നീ അത് പാടിയാൽ മതി, നീ അത് പ്രാർത്ഥിച്ചാൽ മതി, നീ ജയാളിയായി മാറുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു, നീ ഒന്ന് കരമടിച്ച പിശാച് ഉറയ്ക്കാൻ തുടങ്ങും. നീ ഒന്ന് വാ തുറന്നാൽ പിശാച് വിറയ്ക്കാൻ തുടങ്ങും. നീ ഒന്ന് പാടാൻ തുടങ്ങിയാൽ പിശാചിന്റെ കോട്ടകൾ തകരപ്പെടും. വിശ്വസിക്കുന്നു. നിന്റെ വായിക്ക് അത്രമാത്രം പവറുണ്ട്, നിന്റെ പാട്ടിന് അത്രമാത്രം പവറുണ്ട്. നീ സാധാരണപ്പെട്ട വ്യക്തിയല്ല, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പറയുന്നു, നീ ദൈവത്തിന്റെ മകളാണ്, നീ ദൈവത്തിന്റെ മകനാണ്. നിന്റെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം. മനസ്സിലായോ? നമ്മൾ ആരെ പോലെ ഇരിക്കുന്നേ? ദൈവത്തെ പോലെ നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ സ്വരൂപം ദൈവത്തെ പോലെ. ഞാൻ ദൈവത്തെ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ വാ തുറന്ന് പാടിയാൽ സ്വർഗ്ഗം ഇറങ്ങി ചലിക്കും. പിശാചിന് മറയ്ക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ നാവിന്റെ തുമ്പിലാണ് ജീവനും മരണവും ആയിരിക്കുന്നത്. നിന്റെ നാവിന്റെ തുമ്പിലാണ് സകല അധികാരം ഇരിക്കുന്നത്. നീ ഇത് പാടാൻ തുടങ്ങുക, നീ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങിയിരിക്കുക, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങിയിരിക്കുക. അവന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഇസ്രായേലിന്റെ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പിശാചുമാരെ കൈയടിക്കരുത്, പാടരുത്, പ്രാർത്ഥിക്കരുത്. എന്നൊക്കെ എന്ത് ചെയ്യും? പിശാചുമാരെ. കാരണം എന്താണ്? നീ കൈയടിച്ചാൽ അവന് പേടിയാണ്, നീ പാടിയാൽ അവന്റെ സിംഹാസനം പൊളിഞ്ഞു വീഴും. നീ അത് പ്രാർത്ഥിച്ചാൽ അവന് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ടില്ല, ആരാധന സമയത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ പിശാച് ഇരിക്കാൻ കഴിയാ നിലവിളിച്ച് പുറത്തു ചാടുമേ. അതേപോലെ നീ ഒന്ന് വാ തുറന്നാൽ നിന്റെ വീട്ടിൽ നിന്ന് സകല ഭൂതങ്ങൾ ഇറങ്ങിപ്പോഴും. നിന്റെ വീട്ടിൽ സകല മന്ത്രവാദം കത്തും, സകല ആഭിചാരം കത്തിമാറും. നിന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന സകല പിശാച് കത്തി നശിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അവൻ എന്ത് ചെയ്യത്തില്ല? പാടാൻ വിടാത്തില്ല, പ്രാർത്ഥിക്കാൻ വിടത്തില്ല. പാടിയാൽ പ്രാർത്ഥിച്ചാൽ പിശാചുകൾ വീടിനകത്ത്
ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യും? പിശാച് പതികളെ പ്രാർത്ഥനയെ മുടക്കും. ഒന്നാമത് പിശാച് ചെയ്യുന്ന കാര്യം നിന്റെ ബൈബിൾ വായനയെ മുടക്കും. നിന്റെ ബൈബിൾ എടുക്കാൻ താമസിക്കത്തില്ല, നിന്നെ പ്രാർത്ഥിക്കാൻ താമസിക്കുന്നില്ല. എങ്കിൽ മാത്രമേ പിശാചിന്റെ വീടിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ പൗലോസ് ശീലാസ് നിങ്ങൾ നോക്ക്, അവർ കിടക്കുന്നത് എവിടെയാണ്? ജയിലിന്റെ അകത്താണ് കിടക്കുന്നത്. കിടക്കുന്നത് എവിടെയാണ്? ജയിലിന്റെ അകത്താണ്. അതൊന്നും അവർക്ക് വിഷയമല്ലായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ജയിലാണെങ്കിൽ ജയിൽ, അവർ വാ തുറന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കൈയടിക്കാൻ പറ്റത്തില്ല, കൈകളിലെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് വെച്ചിട്ട് അവർ വാ തുറന്ന് ജയിലാണെങ്കിൽ ജയിൽ, ഇത് ശവക്കോട്ടയാണെങ്കിൽ ശവക്കോട്ട, എവിടെയാണെങ്കിലും അവർക്ക് വിഷയമില്ല. അവരെന്ത് ചെയ്തു? ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. ദൈവം എന്ത് ചെയ്തു? അവിടെ ഇറങ്ങി വന്നു. അവര് കിടന്ന ജയിലിനെ തകർത്തിട്ട് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എന്റെ ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവരുക. അവ ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പണ്ട പൗലോസിന്റെ ശീലാത്തിന് വേണ്ടി അന്ന് കാരാഗ്രഹത്തിന് ഇറങ്ങിയവൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന പിശാചിന്റെ തലയെ തകർക്കാം. നിങ്ങളുടെ ഭർത്താവിന്റെ ജീവിതത്തെ തകർക്കുന്ന പിശാചിന്റെ തലയെ തകർക്കാം. നിങ്ങളുടെ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല പിശാചിന്റെ തലയെ തകർക്കാം. എന്റെ യേശു ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുക. 2020 വർഷത്തിന് മുമ്പ് കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങി വന്നവൻ, കാരാഗ്രഹത്തിൽ ഇറങ്ങിയവൻ തന്റെ ഭക്തന്മാരെ, തന്റെ മക്കൾക്ക് വേണ്ടി, പൗലോസിന് ശീലാസിന് വേണ്ടി ഇറങ്ങി വന്ന അവരെ അടച്ച കാരാഗ്രഹത്തെ കല്ലുമ്പേ കല്ല് ശേഷിക്കാതെ തകർത്തെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ലേ? എന്റെ അമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലേ? ഇന്ന് മക്കൾക്ക് അന്ന് അവർക്ക് വേണ്ടി പൗലോസിന് ശീലാസിന് സ്വർഗ കാരാഗ്രഹത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്ക് അവർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വെളിയിപ്പാൻ, നിങ്ങളുടെ കണ്ണുനീരുകളെ തുടയ്ക്കാൻ എന്റെ യേശു ഇന്ന് പകൽക്കാട് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമായി, അവൻ അതിശയങ്ങളുടെ ദൈവമായി ഇന്ന് പകൽക്കാട് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അടുത്താണ് സംഭവം നടക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് ശീലാസ് പുറത്തു വന്നു. ആ ജയിലിൽ കിടന്ന എല്ലാ തടവുകാരും ഇറങ്ങി ഓടി. ജയിലിന്റെ അകത്ത് ധാരാളം പേർ കിടന്നു. പൗലോസ് ശീലാസ് മാത്രമല്ല ജയിലിനകത്ത് കിടന്നേ, ആ ജയിലിന്റെ അകത്ത് ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷേ ഒരു വിടുതൽ വന്നപ്പോൾ ആ ജയിലിന്റെ അകത്ത് മുഴുവനും വ്യാപരിച്ചു. ഓ, മനസ്സിലാകുന്നു? നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒരു വിടുതൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ ദേശം മുഴുവൻ ആ വിടുതൽ വെളിപ്പെടുകയാണ്. ഞാൻ പറയും, ഉച്ചക്കളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഈ 4 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വച്ചിരിക്കുന്നത് ഈ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വിടുതൽ ഈ 1-2 ഭവനങ്ങൾ മാത്രമല്ല, ഈ ഉച്ചക്കട ദേശം മുഴുവനും, ഈ പൊഴിയൂർ ദേശം മുഴുവനും ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജയിലിനകത്ത് ഇതാ വിടുതൽ വ്യാപരിച്ചു. പൗലോസിന്റെ ശീലാസിന്റെയും കൈകളുടെ ചങ്ങല മാത്രമല്ല അഴിയപ്പെട്ടത്, ആ ജയിലിനകത്ത് 100 കണക്കിന് തടവുകാരുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണ്. ഹല്ലേലൂയ. നീ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അത്രയ്ക്ക് വലിയ വിടുതലുണ്ട്. നിന്റെ കണ്ണുനീരിന് അത്രയ്ക്ക് വിലയുണ്ട്. നിന്റെ കൈയടിക്ക് അത്ര വലിയ വിടുതലുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്ര വലിയ വിടുതലുണ്ട്. നീ വീട്ടിൽ നിന്ന് ഒരുപക്ഷേ നീ ഒറ്റക്കാരിക്ക് വന്നത്, നീ ഇവിടെ വന്ന് ദൈവത്തെ പാടുമ്പോ നിന്റെ വീടിന്റെ അകത്ത് നീ മാത്രമല്ല വിടുവിക്കപ്പെടുന്നത്, നിന്റെ ഭർത്താവ് മക്കളെ വിടുവിക്കപ്പെടുകയാണ്, നിന്റെ ബന്ധുക്കൾ വിടുവിക്കപ്പെടുകയാണ്, നിന്റെ ദേശം മുഴുവൻ വിടുവിക്കപ്പെടുകയാണ്. ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇവിടെ ചലികളെ പറഞ്ഞിരിക്കുമ്പോ തന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഈ ദേശത്ത് നിന്ന് അനേകം പേരെ ദൈവം വിടുവിക്കുകയാണ്. ഈ ദേശത്ത് നിന്ന് അനേകം പേർ വിടുവിക്കപ്പെടുകയാണ്. ഈ ദേശത്ത് നിന്ന് അനേകം പേർ വിടുവിക്കപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഈ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഒരു പൗലോസിന്റെ ശീലാസിന്റെ മേൽ മാത്രമല്ല വിടുതൽ വ്യാപരിച്ചത്, ആ ജയിലിൽ കിടന്ന സകലത്തിന്റെ ചങ്ങലയിൽ അഴിഞ്ഞു വീണെങ്കിൽ
ഞാൻ നിങ്ങളൊക്കെ ദൂത് വിളിച്ചു. ഈ ഉച്ചക്കിടയിൽ കിടക്കുന്ന സകല പിശാചി കെട്ടിപ്പൂട്ടിയിട്ട സകല കുടുംബത്തിന്റെ അകത്ത് നിന്ന് ചങ്ങല ഇപ്പോൾ അഴിഞ്ഞു വിടുകയാണ്. മദ്യപാന സ്പിരിറ്റുകൾ അഴിഞ്ഞു വിടുകയാണ്. കടബാരത്തിന്റെ കെട്ടുകൾ പൊട്ടുകയാണ്. മയക്കുമരുന്നിന്റെ കെട്ടുകൾ പൊട്ടുകയാണ്. രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിവിടുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് നിന്ന് സകല ചങ്ങലകളും അഴിഞ്ഞു വിടുകയാണ്. പിശാച് ഏതൊക്കെ വ്യക്തിയുടെ മേൽ കെട്ടിയോ, ഏതൊക്കെ കുടുംബത്തിന് ചങ്ങലകൾ കെട്ടിയോ, ആ കെട്ടുകൾ മുഴുവനും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിന്, ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിന് ഇപ്പോൾ അഴിഞ്ഞു വിടുകയാണ്. കരകളെ അടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് ചലിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട. റമാ ശകേ രകേ നദാ റമാ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ഈ ഉപവാസപ്രവർത്തന ആദ്യത്തെ രാത്രി തന്നെ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, എന്റെ യേശുവിടെ ഇറങ്ങി നിൽപ്പണ്ട, ദൂതന്മാരുടെ ഇറങ്ങി നിൽപ്പണ്ട, ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാരുടെ ഇറങ്ങി നിൽപ്പണ്ട. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യവനെ പിടിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ജയിലിൽ അടച്ചതാണ് ജയിലിലെ DGP. ജയിലിലെ DGP. ഇപ്പോ നേരത്തെ ആ വെളിച്ചപ്പാടം ടീമിനോട് കൂടെ ചേർന്ന് ഇവർക്ക് അടി കൊടുത്ത് ഇവരെ ബന്ധിച്ച് കയ്യിലും കാലും ചങ്ങല കൊണ്ട് കെട്ടി കാരാഗ്രഹത്തിന് ആപത്തിന് പൂട്ടിയ കാരാഗ്രഹ പ്രമാണി ഇപ്പോൾ തന്നെത്താനെ വാളൊരു കൊല്ലാൻ നിൽക്കുകയാണ്. കാരണം എന്താണ്? ഇതുവരെ ഞാൻ സൂക്ഷിച്ച എല്ലാ തടവുകാരും ചാടി ഓടിപ്പോയി, ജയിലിൽ ഇടിഞ്ഞു വീണു, അവന്റെ സാമ്രാജ്യം പൊളിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന സകല മേഖലകൾ ഇന്ന് പകൽക്കാലം പൊളിയപ്പെടുകയാണ്. അവന്റെ സാമ്രാജ്യങ്ങൾ തകരപ്പെടുകയാണ്. അവനെ ദൈവം തകർക്കുകയാണ്. ചിലര് പറയത്തില്ലേ, ഞാൻ നിന്റെ കുടുംബത്തെയും മന്ത്രവാദം ചെയ്ത് കൊല്ലും, ആചാരത്തിന് കൊല്ലും. അങ്ങനെ പറയുന്നത് അവർ തനിയെ ചാവാൻ പോവുകയാണ്. ഇവിടെ നോക്ക്, ആ കാരാഗ്രഹത്തിലെ DGP തന്നെത്താൻ വാളിന് കൊല്ലാൻ പോവുകയാണ്. പൗലോസ് വിളിച്ചു, അയ്യോ നിനക്കൊരു ദോഷം നീ സംഭവിക്കല്ലേ, ഒന്നും ചെയ്യല്ലേ. നേരം എടുക്കുമ്പോ പൗലോസിനെ കൊല്ലാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് ഈ DGP പ്ലാൻ ചെയ്തു. പക്ഷേ ആര് ചാവാൻ പോകുന്നു? ആ DGP തന്നെ, ജയിലിലെ DGP തന്നെ തന്നെത്താൻ വാളൂര് വെട്ടിക്കൊല്ലാൻ പോവുകയാണ്. പൗലോസ് പറയുന്നത്, അയ്യോ ഞങ്ങളൊന്ന് ഓടിപ്പോയിട്ടില്ല, ഞങ്ങളിവിടെ ഉണ്ട്, നീ എന്ത് ചെയ്യരുത്, നിന്റെ ജീവൻ നീ ഒന്നും ചെയ്യരുത്, നീ തന്നെ വാളൂര് വെട്ടിക്കൊല്ലണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ DGP വിറച്ചും കൊണ്ട് ചില മണിക്കൂറുകൾക്ക് ഇവരെ കൊല്ലാനും ഇവരെ കടിച്ചു കീറാൻ നിന്ന DGP ഇപ്പൊ വിറച്ചും കൊണ്ട് എന്ത് ചെയ്തു? ഈ പൗലോസിന്റെ ശീലാദിന്റെ കാൽക്കൽ വീടിന് ചോദിക്കുകയാണ്, അല്ലയോ യജമാനന്മാരെ. ഇപ്പൊ എന്തൊന്ന് വിളിക്കുന്നേ? അല്ലയോ യജമാനന്മാരെ. നേരത്തെ എന്തൊക്കെ വിളിച്ചെന്ന് അറിയാമോ? അനാവശ്യമെല്ലാം വിളിച്ചു, അടി കൊടുത്തു, ജയിലിൽ പിടിച്ച് കെട്ടി, ചങ്ങല കൊണ്ട് കെട്ടി ജയിലിൽ പൂട്ടിയ മനുഷ്യൻ ഇപ്പൊ എവിടെ കൈയും കാലം വരച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ യജമാനന്മാരെ. ഇപ്പൊ ഇവര് ചോദിച്ചു, അല്ലേ സാറന്മാരെ, ഞാൻ എന്ത് ചെയ്യണം? പറ, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അല്ലയോ യജമാനന്മാരെ, എനിക്ക് രക്ഷപ്പെടണം. എല്ലാവരും ഇതാ ജയിലിൽ ചാടിപ്പോയി, എന്റെ ജയിലെല്ലാം തകർന്നു, ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. അല്ലയോ യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പൊ പൗലോസ് ശീലാസും പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു പറ, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആത്മഹത്യയുടെ വക്കിലാണോ? നീ ആത്മഹത്യ ചെയ്യണ്ട. കർത്താവായ യേശുവിൽ വിശ്വസിക്കേ, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. നീ രോഗത്തിലാണോ? നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിനെ കൊണ്ട് പറ്റും. നീ കടമാറുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുകയാണോ? നീ കടമാറുന്നത് ആത്മഹത്യ ചെയ്യണ്ട. നിന്നെ രക്ഷപ്പെടുന്നത് ഒരു യേശുവുണ്ട്. നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടാം. അയ്യോ, നീ പലവിധ പ്രശ്നങ്ങൾ നിമിത്തം മയക്കുമരുന്ന് ഉപയോഗിച്ച്, കഞ്ചാവ് ഉപയോഗിച്ച് നിന്റെ പ്രശ്നങ്ങൾ നിമിത്തം നീ ആത്മഹത്യയുടെ വക്കീലാണോ? ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾ പറയാൻ ഗുഡ് ന്യൂസ് ഉണ്ട്. നീ മരിക്കേണ്ട
ചെയ്യണ്ട, നീ ആത്മഹത്യ ചെയ്യണ്ട. നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് രക്ഷ തരാൻ ഒരു കർത്താവുണ്ട്. നീ കർത്താവ് യേശുവിൽ വിശ്വസിക്കാം, എന്താ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകമെമ്പാടും നിന്ന് കാണുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യണ്ട. നിങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു യേശു കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. കടഭാര നിമിത്തം ഇന്ന് കാണുന്ന സംഭവമാണ്. കടഭാര നിമിത്തം, പലിശക്കാർ നിമിത്തം, അപമാന ഭയന്ന് അനേകം പേർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? കടഭാര നിമിത്തം പലയിടത്ത് പൈസകൾ വാങ്ങി തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഈ പൈസകൾ കൊടുത്തവർ വന്ന് വീട്ടിൽ വന്ന് തെറികൾ വിളിക്കുമ്പോൾ, അനാവശ്യം പറയുമ്പോൾ അവിടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, കടമിട്ടാൻ കഴിയാതെ അനേകം പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് ദൂത് വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്ക്, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. നീ ആത്മഹത്യ ചെയ്യണ്ട. നിന്റെ കടഭാരം മാറ്റുന്ന യേശുവിന്, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിന്, ഇന്ന് പകൽക്കാലം യേശുവിൽ നീ വിശ്വസിക്കാൻ തയ്യാറായ എന്റെ യേശുവിന്റെ സകല പ്രശ്നത്തിന് വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി യേശുക്കത്തോടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ഭാഗം നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ജയിൽ DGP നേരം വെളുക്കുമ്പോൾ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഒരുക്കിയ ജയിൽ DGP ഈ പൗലോസിനെ ശീലാസിനെ വീട്ടിൽ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? വീട്ടിൽ വിളിച്ചോണ്ടുപോയി. എന്നിട്ട് ഇവർക്ക് നല്ല ആഹാരമൊക്കെ വെച്ചു കൊടുത്തു. പൗലോസും ശീലാസും ഇവരുടെ കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയാൻ തുടങ്ങി. ഞാൻ പറയാം, അന്ന് രാത്രി തന്നെ ആ ജയിൽ DGPയും കുടുംബവും മക്കളും എല്ലാവരും ചേർന്ന് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ആ ജയിൽ DGP കുടുംബത്തോടൊപ്പം സ്നാനപ്പെട്ടു. സ്നാനപ്പെടണം. ഹല്ലേലൂയ. ഒറിജിനൽ സുവിശേഷം കേട്ടപ്പോൾ, ആ കർത്താവ് യേശുവിനെ വിശ്വസിച്ചപ്പോൾ, ആ ജയിൽ DGP കുടുംബത്തോടെ എന്ത് ചെയ്തു? എവിടെ മുട്ടുമടക്കി ആ രാത്രി തന്നെ അവർ സ്നാനപ്പെട്ടു. വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ഒന്നേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നീ നിന്നെ തന്നെ പൂർണ്ണമായി യേശുവിനെ വിട്ടുകൊടുത്താൽ ഇന്ന് രാത്രി വിടുതൽ നടക്കും. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? അപ്പൊ ഞാനൊന്നുമില്ല, ഞാനൊരു സീറ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഒരു സീറയാണ് കർത്താവേ, എന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല കർത്താവേ, നീ എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ തന്നെ താഴ്ത്തി, നിങ്ങളെ തന്നെ സ്വയമേ ദൈവത്തിന്റെ കാൽക്കൽ വിടാൻ തയ്യാറായ, നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല പ്രശ്നത്തിന് സ്വർഗ്ഗം മറുപടി തരുന്ന രാത്രികാലമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിൽ അത്ഭുതങ്ങളുടെ രാത്രിയാണ്. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തുന്ന യേശു കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിലർ പറയുന്ന കാര്യമില്ല, എങ്ങനെ രക്ഷപ്പെടും ബ്രദറെ? എങ്ങനെ രക്ഷപ്പെടും? എന്നെ കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എനിക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ പറ്റുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പേരാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. നീ നിന്റെ അവസ്ഥയിൽ നിന്ന് നിന്നെ വിടിയിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിക്ക് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പൗലോസ് ശീലാസിനെ കാരാഗൃഹത്തിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇറങ്ങി വന്ന യേശു കർത്താവ് ഇന്ന് രാത്രിക്ക് അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിന്നെ രക്ഷിക്കാൻ ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ ചർച്ചിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവം നിങ്ങൾക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. അവ നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അത്ഭുത മന്ത്രിയായവൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. മുട്ടോളമല്ല അരട പോരാ, നീന്തിയിട്ടല്ലാതെ കിടപ്പാ വയ്യാതവണ്ണം ഇന്ന് പകൽക്കാലം ഭയങ്കരമായ ദൈവമകത്തിന് ചലിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്വം ചലിക്കുകയാണ്. നിനക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? പറ, കർത്താവേ എനിക്ക് രക്ഷപ്പെടണം.
യേശുവേ എനിക്ക് രക്ഷപ്പെടണം. ഞാൻ ഇനിയുള്ള നാളുകൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. നിന്റെ മകനായിട്ട് ഞാൻ ജീവിക്കാം. രക്ഷപ്പെടാൻ താല്പര്യമുണ്ടോ? പറ, രക്ഷപ്പെടാൻ താല്പര്യമുള്ളവർ. കർത്താവേ എനിക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ താല്പര്യമുള്ളവർ കരവരുത്തി പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ഈ യേശു നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഈ യേശു നിങ്ങളെ രക്ഷിക്കുന്നവനാണ്, നിങ്ങളെ തള്ളിക്കളയുന്നവനല്ല. അതിന് വചനം പറയുന്നു, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ട അപ്പനോ അമ്മമാരോ, ഞാൻ നിങ്ങളോട് പറയാം, ഈ യേശു നിങ്ങളെ തള്ളിക്കളയത്തില്ല. അവൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണ്. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം അവന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞവൻ, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാൾ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭാരങ്ങൾ അവൻ എടുക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരെല്ലാം രക്ഷപ്പെടേണ്ടപ്പ, ഇവരെല്ലാം രക്ഷപ്പെടട്ടെ, ഇവരെല്ലാം രക്ഷപ്പെടട്ടെ. ഇന്ന് രാത്രി ഈ സഹോദരങ്ങൾ രക്ഷപ്പെടണം, ഈ സഹോദരങ്ങൾ രക്ഷപ്പെടണം, ഇവർ രക്ഷപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ രക്ഷയുടെ കരം വെളിപ്പെടുകയാണ്, രക്ഷയുടെ കരം വെളിപ്പെടുകയാണ്, രക്ഷയുടെ കരം വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം രക്ഷയുടെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാണ്. നിങ്ങളെ രക്ഷിപ്പാം എന്റെ യേശുവിടെ ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് രക്ഷപ്പെടണം, രക്ഷപ്പെടാൻ ആഗ്രഹം പറ. കർത്താവേ, എനിക്കിന്ന് രക്ഷപ്പെടണം. എന്റെ കടബാധ്യതയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എന്റെ രോഗത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. എനിക്ക് ആത്മഹത്യ വേണ്ട, എനിക്ക് ആത്മഹത്യ വേണ്ട. എനിക്കിത് രക്ഷപ്പെട്ടാ മതി, രക്ഷപ്പെട്ടാ മതി, എനിക്കിത് രക്ഷപ്പെട്ടാ മതി. ഓ, ഇന്ന് പകൽക്കാലം നിന്നെ രക്ഷിക്കാം എന്റെ യേശുവിടെ ഇറങ്ങിപ്പണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളുപ്പിക്കുന്നത്. രോഗികളെല്ലാം സൗഖ്യമാവുകയാണ്. വിഭവത്തിന്റെ കൂട്ടത്തോടെ രോഗികളെല്ലാം സൗഖ്യമാവുകയാണ്. കാലിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുന്നു, കാലിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. കാലിന്റെ ഇടത് കാല് വേദന ഭാരപ്പെടുന്ന കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്ക്. ഇടത് കാല് വേദന ഭാരപ്പെടുന്നവരെ ഇപ്പോൾ തന്നെ കർത്താവിന്റെ സൗഖ്യം വെളിപ്പെടുക. ഇടത് കാല് വേദന ഭാരപ്പെടുന്ന അതിന് മുമ്പിലോട്ട് കടന്നു വരാൻ പറ്റുമോ? ഓടി ഇടത് കാല് വേദന ഭാരപ്പെടുന്ന ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഭയങ്കര സൗഖ്യം, ഭയങ്കര ഇപ്പോൾ ആന്റിയുടെ ദൈവശക്തി വ്യാപരിക്കുകയാണ്. കർത്താവേ, ആന്റിയെ തൊടുക. അവിടെ കാലിന്റെ വേദനയെല്ലാം ഇപ്പോൾ തന്നെ സൗഖ്യം. കാലിലേക്ക് ദൈവശക്തി ചലിക്കുന്നു. എന്റെ കർത്താവിന്റെ കാലിനെ തൊടുകയാണ്. ഇപ്പോൾ തന്നെ ആ കാലിലേക്ക് ദൈവശക്തി ചലിക്കുന്നു. കർത്താവെ തൊടുക, കർത്താവെ തൊടുക. ഇപ്പോൾ തന്നെ എന്റെ ഇപ്പോൾ തന്നെ കാലിലേക്ക് ദൈവശക്തി ചലിക്കുന്നു. ആ കാലിന്റെ കഥ തൊട്ട് സൗഖ്യമാക്കുന്നു. കർത്താവ് തൊട്ട് ആന്റിയുടെ പ്രാർത്ഥനയാണ്. കാലിന്റെ എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറ്റി. ഇപ്പോൾ തന്നെ കർത്താവെ തൊടുക. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഭയങ്കര സൗഖ്യപ്പെടുത്തട്ടെ, ഭയങ്കര സൗഖ്യപ്പെടുത്തട്ടെ, ഭയങ്കര സൗഖ്യപ്പെടുത്തട്ടെ. ആ സിസ്റ്ററോട് ഞാൻ പറയാം, മരിയ സിസ്റ്ററോട് ഞാൻ പറയാം, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി തരുന്നത്. ഇപ്പോൾ രാത്രി ഒന്ന് ഫ്രണ്ടിലോട്ട് വരാൻ പറ്റും? ഓടി ഒന്ന് ഫ്രണ്ടിലോട്ട് ഓടി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നിലവിളിക്ക് സ്വർഗ്ഗം ഇന്ന് രാത്രികാലം മറുപടി തരികയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര മകത്തോടെ ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ സിസ്റ്ററിന്റെ നിലവിളി ഞാൻ നിങ്ങൾ കരയേണ്ട, നിങ്ങൾ കരയേണ്ട. നിങ്ങളുടെ നിലവിളിക്ക് ഇന്ന് രാത്രി കർത്താവ് മറുപടി തരും. കാരണം അങ്ങനെ പറയാൻ പറയാം, നിങ്ങളുടെ കടഭാരം ദൈവം രക്ഷിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ സഹോദരിമാരുടെ കടഭാരം ദൈവം രക്ഷിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര മഹത്വം. നിങ്ങളോട് നിലവിളിക്കുന്നത് ദൈവത്തോടാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന് ഭയങ്കര ഗ്ലോറിയുടെ വെളിപ്പെടുകയാണ്. ആ കടഭാരത്തിന്റെ കെട്ടുകളെ ഈ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു മാറ്റും. ആ കടഭാരത്തിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുന്നു. വീട് വിൽക്കേണ്ടി വരത്തില്ല, വീട് വിൽക്കേണ്ടി വരത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ വീട് വിൽക്കേണ്ടി വരത്തില്ല. വീട് വിൽക്കാതെ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. ചെയ്തത് ഹല്ലേലൂയ. ഇന്ന് പകർക്കുന്ന ഈ വചനത്തിന്റെ ശക്തി ചലിക്കുന്നു.
കർത്താവ് യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. നല്ല യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസ് വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്ക്, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വേറെ ഒരിടത്ത് പോയിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ഒരു രക്തസ്രാവക്കാർക്ക് സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ 12 വർഷം ചികിത്സിച്ചു. ഉണ്ടായിരുന്ന എല്ലാ സമ്പത്തും വിറ്റ് ഡോക്ടർമാർക്ക് കൊടുത്തു. പക്ഷേ എന്നിട്ട് അവർക്ക് അവിടെ രക്തസ്രാവം മാറിയില്ല. അവിടെ രക്തസ്രാവം മാറില്ല. മർക്കോസ് 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. എത്ര വർഷമായിരുന്നു രോഗം? 12 വർഷം. അവിടെ ബ്ലീഡിംഗ് കൊണ്ട്, രക്തസ്രാവം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല. ഹല്ലേലൂയ. അങ്ങനെ കഴിയുമ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, എടീ നീ അറിഞ്ഞോ, ഇതാ യേശു എന്നൊരാൾ വരുന്നുണ്ട്, യേശു തൊട്ടവരെല്ലാം സൗഖ്യമാണ്, നീ ഇവിടെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ഒരു പ്രശ്നം, പഴയ നിയമം സംബന്ധിച്ച്, യഹൂദന്റെ ന്യായപ്രമാണം സംബന്ധിച്ച്, ഒരു രക്തസ്രാവക്കാരുടെ സ്ത്രീക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അവർ ഇരുട്ടുള്ള മുറിയിൽ കിടക്കണം. ആരുടെ മുമ്പിൽ പോകാൻ പാടില്ല. ഒന്നിനും തൊടാൻ പാടില്ല. ആരുടെ മുമ്പിൽ പോയാൽ അവരെ കല്ല് പറക്കി എറിയും. ഹല്ലേലൂയ. അവൾ എന്തിനെ തൊട്ടാൽ അശുദ്ധമാകും. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഈ സ്ത്രീ യേശു വരുന്നത് അറിഞ്ഞിട്ട് യേശു വരുന്ന വഴിയിൽ മാറി നിന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഒളിച്ചു നിന്നിട്ട് യേശു പോയപ്പോൾ അതിന്റെ പിന്നാലെ ആൾക്കാരുടെ ഇടയിൽ കൂടെ കടന്നുപോയി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് ഒന്ന് തൊട്ടപ്പോൾ തന്നെ യേശുവിന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. 12 വർഷമായി സൗഖ്യമാകുന്ന രോഗം അവള് ആ സെക്കൻഡിൽ എപ്പോൾ യേശുവിനെ തൊട്ടോ ആ സെക്കൻഡിൽ തന്നെ അവൾ സൗഖ്യമായി. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, 12 വർഷമായി അവർക്ക് ഉണ്ടായതെല്ലാം വിറ്റ് ചികിത്സിച്ചിട്ടും അവിടെ രക്തസ്രാവം മാറിയില്ല. പക്ഷേ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അവളെ എപ്പോ തൊട്ടോ ആ സെക്കൻഡിൽ അവൾ സൗഖ്യമായി. യേശുവിന് ശക്തി പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളത് യേശുവിനെ തൊടാൻ നോക്ക്, യേശുവിനെ നിലവിളിക്കാൻ തുടങ്ങുക. യേശുവിന്റെ ശക്തി നിന്റെ പേര് വ്യാപരിക്കും. ഈ സെക്കൻഡിൽ തന്നെ നീ സൗഖ്യമാവും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്തു? ആ സ്ത്രീ സൗഖ്യമായി. യേശു ആരോ എന്നെ തൊട്ടു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ആയിരക്കണക്കിന് ആൾക്കാർ തിക്കും തിരക്കിലും കൂടെ കടന്നു വരികയാണ്, എല്ലാവരും ഇതിനെ തൊടുന്നു. അല്ല, യേശു പറഞ്ഞല്ല, ആരോ ഒരാൾ എന്നെ തൊട്ടു. ഇന്ന് പകൽക്കാലം നീ തൊടാൻ തയ്യാറാണോ? നിന്റെ സൗഖ്യമാക്കുന്ന യേശു കർത്താവ് ഇവിടെ ഇറങ്ങിയപ്പോൾ യേശു പറഞ്ഞില്ല, എല്ലാവരും എന്നെ തൊട്ടതുപോലെ അല്ല, ആരോ എന്നെ തൊട്ടു. എന്നിട്ട് ശക്തി പുറപ്പെട്ടു. അവർ സൗഖ്യമായി. സൗഖ്യത്തിന്റെ ശക്തി എന്നിട്ട് പുറപ്പെട്ടു. ആ സ്ത്രീ വിറച്ചും കൊണ്ട് യേശു കണ്ടെന്ന് മനസ്സിലാക്കി വിറച്ചും കൊണ്ട് യേശുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ യേശുവേ, ഞാൻ 12 വർഷമായി എനിക്ക് ബ്ലീഡിങ് തുടങ്ങിയിട്ട് ഞാൻ ഉണ്ടാകുന്ന സമ്പത്ത് മുഴുവൻ വിറ്റ് ഞാൻ വൈദ്യന്മാർക്ക് കൊടുത്തു, ഡോക്ടർമാർക്ക് കൊടുത്തു, പല മരുന്നും കഴിച്ചു, പലതും ഞാൻ സഹിച്ചു, പല കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടും എനിക്ക് ഒരു കുറവും വന്നില്ല. അതുകൊണ്ടാണ് അവസാനം നിന്റെ വാർത്ത കേട്ടിട്ട് ഞാൻ നിന്റെ വസ്ത്രങ്ങൾ തൊട്ടത്. കർത്താവോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്ത്രീയെ നീ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ഹല്ലേലൂയ. ഈ 12 വർഷത്തെ രോഗം ആരോട് ഇട്ട് കൊടുത്തതാണ്? പിശാച്. ഹല്ലേലൂയ. ഈ സ്ത്രീ 12 വർഷമായി മരുന്ന് കഴിച്ച് സുഖായില്ല. കാരണം എന്താണ്? ഈ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പിശാചായിരുന്നു. ഹല്ലേലൂയ. പിശാചിനെ നിങ്ങളെ രോഗിയാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ, പിശാചിനെ നിങ്ങളെ രോഗിയാക്കാൻ പറ്റും. പിശാച് രോഗം കൊണ്ടിട്ടാൽ നീ എത്ര തന്നെ മരുന്ന് കഴിച്ചാൽ നിനക്ക് സൗഖ്യം വരത്തില്ല. നിന്റെ കയ്യിലുള്ള സമ്പത്ത് പോകുന്നല്ലാതെ നിന്റെ രോഗത്തിന് സൗഖ്യം വരത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ആ സ്ത്രീയെ പോലെ യേശുവിന്റെ വസ്ത്രം തൊടാൻ തയ്യാറായ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ രക്ഷ വെളിപ്പെടണം, നിന്റെ മേൽ സൗഖ്യം വെളിപ്പെടണം. എത്ര വലിയ രോഗമാണെങ്കിലും ശരി തന്നെ, എത്ര കോടി കടമാണെങ്കിലും ശരി തന്നെ, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, നീ യേശുവിൽ വിശ്വസിക്ക്. നീ ആത്മഹത്യ ചെയ്യണ്ട,
ഈ ജയിൽ DGP ആത്മഹത്യ ചെയ്യാൻ പോയതുപോലെ നീ ആത്മഹത്യ ചെയ്യേണ്ടവളല്ല. സഹോദര, എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഞാൻ നിങ്ങളോട് പറയാം, നീ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല. നീ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല. നിന്റെ പ്രശ്നത്തിന് പരിഹാരവുമായി നിന്റെ മുമ്പിൽ യേശു ഇറങ്ങി നിൽപ്പുണ്ട്. യേശു ഇറങ്ങി നിൽപ്പുണ്ട്. നീ മുട്ടുമടക്കി, കർത്താവേ എന്നെ രക്ഷിക്കണമേ, നീ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു യേശു കർത്താവുണ്ട്. എന്നെ കേൾക്കുന്നവരെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, രക്ഷപ്പെടണോ? കർത്താവിനോട് മുട്ടുമടക്കി പറ, ഞാനൊന്നുമില്ല, ഇന്ന് പകൽക്കാലം എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്റെ കടഭാരം മാറ്റണമേ, എന്റെ രോഗത്തെ സൗഖ്യമാക്കണമേ, എന്റെ പ്രശ്നത്തിന് വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധി മുട്ടുമടക്കാൻ തയ്യാറായ ഇന്ന് പകൽക്കാലം നിന്നെ വിടിയിക്കുന്ന യേശു ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. യേശു ഇന്ന് പകൽക്കാലത്തിനെ വിടുവിക്കും. ഈ യേശു ഇന്ന് പകൽക്കാലത്തിനെ വിടുവിക്കും. ഈ യേശുവിന് പകൽക്കാലത്തിനെ വിടുവിക്കും. അല്ലാതെ എത്ര തന്നെ മല കയറിയെന്ന് പറഞ്ഞാൽ, എത്ര തന്നെ കുരിശു ചുമന്നെന്ന് പറഞ്ഞാലും, എത്ര തന്നെ പല സ്ഥലങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും, എത്ര തന്നെ ആ പള്ളിയിൽ ഈ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാലും ശരി തന്നെ, നിന്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടത്തില്ല. പക്ഷെ നീ എപ്പോ നിന്റെ വീട്ടിന്റെ അകത്താണെങ്കിൽ വീട്ടിന്റെ അകത്ത്, നിന്റെ മുറ്റത്താണെങ്കിൽ മുറ്റത്ത്, കുഴപ്പമില്ല. അപ്പോ ഞാൻ നിന്റെ തന്നെ മുട്ടുമടക്കുന്നു പറഞ്ഞ് മുട്ടുമടങ്ങി അപ്പനും നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ആ ശക്തി നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. ഇന്ന് എത്ര പേർ പറയാം, അപ്പാ ഞാനൊന്നുമില്ല, ഞാനൊരു സീറയാണ്, എന്നെ തന്നെ നിന്റെ പാദമെടുത്ത് സമർപ്പിക്കുന്നു, എനിക്കിത് രക്ഷപ്പെടണം അപ്പ. ഒന്ന് പറയാമോ, അപ്പാ എനിക്ക് രക്ഷപ്പെടണം, എന്റെ രോഗം ഒന്ന് മാറണം അപ്പ, എന്റെ കടഭാരം ഒന്ന് മാറണം, എന്റെ പ്രശ്നം ഒന്ന് മാറണം, എന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ സമർപ്പിക്കാൻ നീ തയ്യാറാണോ? ഒന്ന് സമർപ്പിക്കേ. ഇന്ന് പകൽക്കാലം യേശുവിനെ ഇറങ്ങി നിൽപ്പുണ്ട്. നിന്റെ രോഗത്തെ അഴിക്കുന്നവൻ, രോഗികളെ സൗഖ്യമാക്കുന്നവൻ, ആ രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കിയവൻ ഇന്ന് പകൽക്കൂടെ ഇറങ്ങി നിൽപ്പോൾ ഞാൻ പറയാം, നിന്റെ പ്രശ്നം ഇന്ന് രാത്രി കണ്ട പരിഹാരം തന്നിരിക്കും. നീ മുട്ടുമടക്കാൻ തയ്യാറാണോ? നീ യേശുവിന് മുട്ടുമടക്കാൻ തയ്യാറാണോ? നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. ഈ സെക്കൻഡിൽ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ് എന്റെ യേശു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ മോഡവേ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് കണ്ണടച്ചു പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ തൊടുക. ഇപ്പോൾ തന്നെ ഈ സെക്കൻഡിൽ നമ്മൾ ചില മാസങ്ങളായി അനുഭവിക്കുന്ന വേദനകൾ, ഈ സെക്കൻഡ് കർത്താവേ ആ പിശാച് കെട്ടി എല്ലാ കെട്ടികളെ ഞാൻ പൊട്ടിക്കുന്നു. ഈ സെക്കൻഡ് സൗഖ്യമാകാം. ഈ സെക്കൻഡ് സൗഖ്യമാകാം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, കർത്താവേ നീ തൊട്ട് സൗഖ്യമാക്കിയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ അത്ഭുതം നടക്കട്ടെ. നാളെ ഉള്ള സാക്ഷി പറയണം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ സെക്കൻഡ് അവിടെ വലിയ അത്ഭുതം നടക്കട്ടെ. പിശാച് കെട്ടി കെട്ടികളെ ഞാൻ പൊട്ടിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവേ പിശാച് കെട്ടി കെട്ടെല്ലാം ഞാൻ പൊട്ടിക്കുന്നു. കെട്ടെല്ലാം പൊട്ടിക്കുന്നു. പീരീഡാവുന്ന കെട്ടിയ കെട്ടെല്ലാം ഞാൻ പൊട്ടിക്കുന്നു. ആ കെട്ടെല്ലാം ഞാൻ പൊട്ടിക്കുന്നു. നിന്റെ ഭയങ്കര ഗ്ലോറി ഫാദർ സ്വർഗ്ഗത്തിൽ ചെയ്ത സ്തോത്രം. യേശുവിന്റെ നാമത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. എനിക്ക് രക്ഷപ്പെടണം. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ തന്നെ മുട്ടുമടക്കിയാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം യേശു നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവേ ഞാൻ അവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമുക്കൊരു നിമിഷം എല്ലാവരും എഴുന്നേൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. കാരണം കർത്താവേ ഇന്ന് രാത്രികാലം കർത്താവേ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന് ഭയങ്കര മഹത്വത്തോടെ വ്യാപരിച്ചതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ബോധന ഭയങ്കരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യും. നെഞ്ചിയുടെ ഭാരപ്പെടുന്നത് കരവിട്ട് പിടിച്ചോ. ഇടം നെഞ്ചിന്റെ ഭാഗത്ത് വേദന ഭാരപ്പെടുന്നത്, ഇടം നെഞ്ചി വേദന ഭാരപ്പെടുന്നത് കരവിട്ട് പിടിക്കുക. ഇപ്പോൾ ഇടം നെഞ്ചിന്റെ വേദന എല്ലാം കർത്താവ് പൊട്ടിക്കുകയാണ്. അങ്ങനെ ഇടം നെഞ്ചിയാനുണ്ട്. ഇപ്പോൾ ആ നെഞ്ചിന്റെ വേദന കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഒരു കൈ വേദന ഭാരപ്പെടുന്നത്, കൈ അനക്കാൻ പോലും പറ്റാതെ, കൈയടിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുടെ കരവിട്ട് പിടിക്കുക. ഇപ്പോൾ അങ്ങനെ കർത്താവിന്റെ കരച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കൈയുടെ എല്ലാ വേദന വിട്ടുമാറാൻ, ആ നെഞ്ചിന്റെ വേദനയിൽ ഇപ്പൊ സൗഖ്യമാവാൻ, നെഞ്ചുവേദനയിൽ ഇപ്പൊ സൗഖ്യമാവാൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൈവേദന ഭാരപ്പെടുന്ന കരവെടുത്ത് പിടിക്കുക. ആ നെഞ്ചിന്റെ ഭാരപ്പെടുന്ന കരവെടുത്ത് പിടിക്കുക. ഇപ്പോൾ തന്നെ അങ്ങനെ പേരിൽ ദൈവശക്തി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ നെഞ്ചിലേക്ക് ദൈവശക്തി വ്യാപരിക്കുക. എല്ലാ നെഞ്ചിന്റെ വിഷയങ്ങൾ വിട്ടുമാറട്ടെ. കൈയുടെ ഭാരങ്ങളെല്ലാം മാറട്ടെ.
ഇപ്പോൾ തന്നെ ഭയങ്കര സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവെ ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചെയ്തതിനായി നന്ദി. യേശുവിന്റെ നാമത്തിന്റെ പിതാവേ, ഹല്ലേലൂയ. ഇന്ന് പങ്കളിക്കാരെ ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.